നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിക്ക് ഘാനയുടെ ആദരം. പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി. ഘാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി. RSS അഖില ഭാരതീയ പ്രാന്ത പ്രചാരക് ബൈഠക് നാളെ മുതൽ ഡൽഹിയിൽ. ശതാബ്ദി ആഘോഷങ്ങളുടെ ആസൂത്രണവും കർമ്മ പരിപാടികളും തയ്യാറാക്കും. രാജ്യത്തുടനീളം ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്ന അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ ആംബേദ്കർ. ആയുധ പ്രഹരിശേഷിക്ക് മൂർച്ച കൂട്ടാൻ ഭാരതം. ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിർമ്മിക്കും. അഗ്നി 5-ന്റെ ദൂരപരിധി കൂട്ടും. ഭാരതവുമായി പ്രതിരോധ ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അമേരിക്ക. US പ്രതിരോധ സെക്രട്ടറിയെ കണ്ട S ജയശങ്കർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. ജൂലൈ 7 വരെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മണിക്കൂറിലെ സുപ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അവിടെ നിന്ന് മൃതദേഹം ഉടൻ തന്നെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. മൃതദേഹം എപ്പോഴായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരിക? എന്താണ് മറ്റ് നടപടികൾ? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. മൃതദേഹം അല്പസമയത്തിനകം തന്നെ ആംബുലൻസിലേക്ക് മാറ്റും. ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ആംബുലൻസിലേക്ക് മാറ്റും. ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാം ഇപ്പോൾ ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുണ്ട്. MLA പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ മറ്റു ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തിക്കും, ആംബുലൻസിലേക്ക് കയറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 1 മണിയോടുകൂടിയാണ് 1:15 കൂടിയാണ് ബിന്ദുവിൻ്റെ മൃതദേഹം ഈ കിടയിൽ നിന്ന് കണ്ടെത്തുന്നത്. മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭർത്താവും മക്കളും ബിന്ദുവിനെ മൃതദേഹം പിന്നീട് തിരിച്ചറിയുകയുണ്ടായി. ഇത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങുകയാണ്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് പറയുന്നത്. മുട്ടുച്ചിറയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി ഇന്ന് രാത്രി അവിടെ മൃതദേഹം അവിടെ സൂക്ഷിക്കും. പിന്നീട് ഇന്ന് രാവിലെ ഇവിടുന്ന് മൃതദേഹം ഇപ്പോൾ നാളെ രാവിലെ മൃതദേഹം ഇവിടേക്ക് മാറ്റും. ഇവിടെ മാറ്റും. അവിടെ നിന്ന് സെർച്ച് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ദിവസമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇന്ന് ഒരു കുട്ടിയോടൊപ്പം വന്ന അമ്മയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. പക്ഷേ ഗവൺമെൻറ് വേണ്ട രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ, സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആ കുടുംബം സംസാരിച്ചു. കുടുംബത്തിന് ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. സർക്കാരിനോട് ഒന്നാമതായി 25 ലക്ഷം രൂപ അത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടിയും ഞങ്ങൾ ആവശ്യപ്പെടുവാണ്. ഈ കുടുംബത്തെ പിന്തുണയ്ക്കണം എന്നുള്ളത്. ഈ കുട്ടിയെ ദത്തെടുക്കുവാൻ സർക്കാർ തയ്യാറാവണം. ഒപ്പം ഈ ശസ്ത്രക്രിയ അതിന് ബിൽ ചാർജ് ചെയ്യുന്നു. 3,40,000. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയായിട്ടുള്ളത്. ബാക്കി നടപടികൾ കൂടി ഇനി ഉടൻ ഉണ്ടാകുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്
പോവുകയാണ്. RSS പ്രാന്ത പ്രചാരകന്മാരുടെ അഖില ഭാരതീയ ബൈഠക്ക് നാളെ മുതൽ 3 ദിവസം ഡൽഹിയിൽ ചേരും. ശതാബ്ദി വാർഷ ആഘോഷങ്ങളുടെ ആസൂത്രണവും തുടർന്നുള്ള കർമ്മ പരിപാടികൾക്കും രൂപരേഖ തയ്യാറാക്കും. സംഘശിക്ഷാ വർഗുകളുടെ അവലോകനവും യോഗത്തിലുണ്ടാകുമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ ആംബേദ്കർ അറിയിച്ചു. ഡൽഹി RSS കാര്യാലയമായ കേശവ് കുഞ്ചിൽ നാളെ ആരംഭിക്കുന്ന RSS പ്രാന്തപ്രചാരക് ബൈഠക്കിൽ എല്ലാ പ്രാന്തപ്രചാരകരും പ്രാന്ത സഹപ്രചാരകരും ക്ഷേത്രപ്രചാരകരും സഹപ്രചാരകരും പങ്കെടുക്കും. കൂടാതെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ സംഘടനാ സെക്രട്ടറിമാരടക്കം 233 കാര്യകർത്താക്കളാകും ഭാഗമാകുക. വരാനിരിക്കുന്ന ശതാബ്ദി ആഘോഷ വർഷ പരിപാടികളുടെ ആസൂത്രണവും നടത്തിപ്പുമാണ് ബൈഠക്കിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ ഈ വർഷം നടത്തിയ 100 ശിക്ഷൺ വർഗികളുടെ അവലോകനവും യോഗത്തിലുണ്ടാകും. ഭൗതിക ശാരീരിക വിഷയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട ചർച്ചകളും നടക്കും. ഒക്ടോബർ 2-ന് വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നയിക്കുന്ന പ്രധാന പരിപാടിയോടെ ശതാബ്ദി വർഷ ആഘോഷങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. അടുത്ത വർഷം രാജ്യത്തുടനീളം എല്ലാ ബസ്തികളിലും ഖണ്ഡതലങ്ങളിലും സംഘം ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ വ്യക്തമാക്കി. प्रतिवर्ष राष्ट्रीय स्वयंसेवक संघ की कुछ बैठकें होती है. उसी क्रम में आगामी कल से 4, 5 और 6 जुलाई को प्रांत प्रचारक बैठक का आयोजन हो रहा है. ये बैठक अखिल भारतीय बैठक है और पूरे देश भर से संघ की जो प्रांत की रचना है, जिसमें 46 प्रांत होते हैं, उस सभी प्रांतों के प्रांत प्रचारक सह प्रचारक इसमें आते हैं. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹി, മുംബൈ, ബംഗളൂരു, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. നവംബറിൽ 21 ദിവസം നീണ്ടുനിൽക്കുന്ന ഗ്രഹസമ്പർക്ക പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ സാമുദായിക ഐക്യം ലക്ഷ്യം വെച്ച് ഖണ്ഡ് നഗർതലങ്ങളിൽ സദ്ഭാവ് ബൈഠക്കുകൾ സംഘടിപ്പിക്കും. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ മികവ് പുലർത്തിയിരുന്നവരെ ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ പ്രത്യേക പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. യുവജന കേന്ദ്രീകൃത പദ്ധതികളും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ജനം, ഡൽഹി. അടിയന്തരാവസ്ഥ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ ആംബേദ്കർ. RSSനെതിരെ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഭരണഘടനാപരമായ പ്രക്രിയ മാത്രമാണെന്നും സുനിൽ ആംബേദ്കർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റും ജനാധിപത്യവും ഇല്ലാതിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തുവെന്ന ദത്താത്രേയ ഹൊസബലയുടെ വാക്കുകൾ വ്യക്തമാണെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ പറഞ്ഞു. 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥയിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അതിക്രമങ്ങൾ നടന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. RSSനെതിരെ മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ആരോപണങ്ങൾ മുഖവിലേക്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ സുനിൽ ആംബേദ്കർ RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലെന്നും സാമൂഹ്യ സംഘടനയായ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രഹിതത്തിനാണെന്നും ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കി. 2025 മുതൽ ഏകദേശം 28,571 വ്യക്തികൾ പുതുതായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഭാഗമായെന്ന് സുനിൽ ആംബേദ്കർ വിശദീകരിച്ചു. देखिए, संघ एक सामाजिक संगठन है और हम सब टीका टिप्पणी के साथ ही समाज से बहुत बड़ा वर्ग है जिसको ये विषय संघ के साथ वो जुड़ रहे हैं, संघ का समर्थन कर रहे हैं और संघ ने जो सकारात्मक विषय उठाए हैं, एक समाज परिवर्तन के, देश को, राष्ट्र को आगे बढ़ाने के, देश के स्वाभिमान के, इन विषयों के साथ बहुतायत लोग इससे जुड़ रहे हैं, इसका समर्थन भी कर रहे हैं. और मुझे लगता है कि हम अपने काम को निश्चित रूप से जो लोगों का समर्थन मिल रहा है उससे लोग इस बात को कैसे देखते हैं या संघ को कैसे देखते हैं, इसके बारे में मुझे लगता है बहुत सारी बातें स्पष्ट हैं और समय समय पर इन बातों पर हम जब आवश्यक होता है तो विचार करते रहते हैं. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ഭരണഘടനാപരമായ പ്രക്രിയ മാത്രമാണെന്നും സുനിൽ ആംബേദ്കർ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാകുന്നു. ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. കാണാതായ 34 പേർക്കായി NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ചണ്ഡീഗഡ് മണാലി ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചതുമൂലം വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ജൂലൈ 7 വരെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ
തുടരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് യാത്ര നിർത്തിവെച്ചതെന്ന് പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി. കൊൽക്കത്ത ലോ കോളേജ് ബലാത്സംഗ കേസിലെ മുഖ്യപ്രതിയായ മനോജിത്ത മിശ്രയ്ക്കെതിരെ ബാർ കൗൺസിലിന്റെ നടപടി. മനോജിത്ത് മിശ്രയെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് വിലക്കിയ ബാർ കൗൺസിൽ മിശ്രയുടെ അഭിഭാഷക ലൈസൻസും റദ്ദാക്കി. അതേസമയം അതിക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി മനോജിത്ത് മിശ്ര പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി നേതാവായിരുന്ന മുഖ്യപ്രതി മനോജിത് മിശ്രയെ സംരക്ഷിക്കുകയാണെന്ന പരാതികൾ ശക്തമായതോടെയാണ് കൽക്കട്ട ബാർ കൗൺസിൽ നടപടികൾക്ക് നിർബന്ധിതരായത്. മനോജിത് മിശ്രയുടെ അഭിഭാഷക ലൈസൻസ് റദ്ദാക്കിയ ബാർ കൗൺസിൽ അഭിഭാഷക ജോലിയിൽ നിന്നും മിശ്രയെ വിലക്കി. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോഴും ബാർ കൗൺസിൽ നടപടി വൈകിപ്പിച്ചത് മനോജിത് മിശ്രയ്ക്ക് വേണ്ടിയാണെന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചുവെന്നും ഇവ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും മനോജിത് മിശ്ര പോലീസിന് മൊഴി നൽകി. അതിജീവിത പരാതിയുമായി പോലീസിനെ സമീപിക്കാതിരിക്കാനാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും മനോജിത് മിശ്ര പറഞ്ഞു. മനോജിത് മിശ്ര മുൻപും പലതവണ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം കാട്ടിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി നേതാവായിരുന്നതിനാൽ തന്നെ പരാതി നൽകാൻ ഇരകൾക്ക് ഭയമായിരുന്നു. കഴിഞ്ഞ 25-ന് നിയമവിദ്യാർത്ഥിനിയായ 24-കാരിയെ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ അതിജീവിത മനോജിത് മിശ്രയ്ക്കും കൂട്ടാളികൾക്കുമെതിരെ പരാതിയുമായി മുന്നോട്ടു പോയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. പരാതി ഒതുക്കി തീർക്കാൻ പോലീസ് തലത്തിൽ ഗൂഢാലോചന നടന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിരന്തരം സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് BJP ഉയർത്തുന്നത്. ജനം, ഡൽഹി. വീണ്ടും വാർത്തകളിലേക്ക്. വെടിനിർത്തൽ നിർദ്ദേശം പരിശോധിക്കുന്നുവെന്ന ഹമാസ്. ഇന്നലെ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായി ട്രംപ് അറിയിച്ചിരുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയാണ് ഇസ്രായേൽ അംഗീകരിച്ചത്. ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നുണ്ട്. വെടിനിർത്തൽ ധാരണയിലെത്തിയില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ട്രംപ് ഹമാസിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയ്ക്കുള്ള വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത്. സമൂഹമാധ്യമത്തിലെ കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വെടിനിർത്തൽ കാലയളവിൽ തുടരുമെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. ധാരണ ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തപക്ഷം വലിയ ആഘാതം അവർക്ക് സംഭവിച്ചേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകുന്നു. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും വെടിനിർത്തൽ ധാരണയ്ക്ക് കാര്യമായ ശ്രമങ്ങൾ നടത്തി. 60 ദിവസങ്ങൾക്കുള്ളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഈജിപ്തും ഖത്തറും ചേർന്ന് ഹമാസിനെ അറിയിക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ജനുവരി 19-നാണ് ആദ്യഘട്ടം വെടിനിർത്തൽ ആരംഭിച്ചത്. എന്നാൽ തുടർന്നുള്ള 2 ഘട്ടങ്ങളും കൃത്യസമയങ്ങളിൽ നടപ്പായിരുന്നില്ല. ഇതിനിടെ ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള ഭീകരർക്ക് പിന്തുണ നൽകിയിരുന്ന ഇറാനെ വൻതോതിൽ സൈനികമായി കീഴ്പ്പെടുത്താനും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമായി. പശ്ചിമേഷ്യയിലെ മാറിയ സാഹചര്യത്തെ തുടർന്നാണ് വീണ്ടും വെടിനിർത്തൽ നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഭാരതവുമായുള്ള പ്രതിരോധ ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പീറ്റ് ഹെഗ്സേത്ത് ഇക്കാര്യം അറിയിച്ചത്. ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളുടെ സംഭരണവും ഭാരതത്തിൽ മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള കരാർ സംബന്ധിച്ച വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 10 വർഷത്തേക്കുള്ള വിശാല പ്രതിരോധ കരാർ ഉൾപ്പെടെയാണ് ഭാരതവും അമേരിക്കയും തമ്മിൽ നടപ്പാക്കാനിരിക്കുന്നത്. മാത്രമല്ല, പ്രതിരോധ ഇടപാടുകൾ സംബന്ധിച്ച് നിലവിലുള്ള കരാറുകൾ വൈകാതെ പൂർത്തിയാക്കുമെന്നും S ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് അറിയിച്ചു. ഭാരതം US-ൽ നിന്ന് വാങ്ങാനിരിക്കുന്ന 6 P-81 സമുദ്ര നിരീക്ഷണ വിമാനങ്ങളുടെ കരാർ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളുടെ സംഭരണവും ഭാരതത്തിൽ മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കരാർ സംബന്ധിച്ച വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ-US പ്രതിരോധ കരാർ സംബന്ധിച്ച S ജയശങ്കറുമായുള്ള ചർച്ച നിർണായകമെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് അറിയിച്ചു. C-130J സൂപ്പർ ഹെർക്കുലീസ്, C-17 ഗ്ലോബ് മാസ്റ്റർ തുടങ്ങിയ കടത്തു വിമാനങ്ങളും CH-47F ചിനൂക്ക്, സീഹ്വാക്ക് ഹെലികോപ്റ്ററുകളും AH-64E അപ്പാഷെ ഹെലികോപ്റ്ററുകളുമാണ് ഭാരതം വാങ്ങുന്നത്. ഹാർപൂൺ മിസൈലുകളും ഹോവിസ്റ്റർ MQ-9B ഡ്രോണുകളും പട്ടികയിൽ ഉൾപ്പെടും. പ്രതിരോധ കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതത്തിന്റെ ശേഷി 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഇപ്പോൾ ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്തായി നടപടിക്രമങ്ങൾ? മിഥുനിലേക്ക് വരാം. എന്തായാലും നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് അറിയാൻ സാധിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോഴിതാ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. മൃതദേഹം പുറത്തേക്കെടുത്ത് ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഭൗതികദേഹം ഒന്നേ കാലോട് കൂടിയാണ് ബിന്ദുവിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം ബന്ധുക്കളെല്ലാം തന്നെ മൃതദേഹം തിരിച്ചറിഞ്ഞ് ബിന്ദുവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ മൃതദേഹം പുറത്തെത്തുകയാണ്. ഇപ്പോൾ മോർച്ചറിക്ക് മുമ്പിലും പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ പ്രതിഷേധം നടത്തുകയാണ്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും വീണ ജോർജിൻ്റെ അനാസ്ഥയാണ് ഇങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതും എന്നുള്ള മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഉടൻ തന്നെ ഭൗതികദേഹം മൃതദേഹം പുറത്തേക്ക് എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് മുട്ടുച്ചിറയിലെ മോർച്ചറിയിലേക്കാണ് മാറ്റുക. ഇവിടെ നിന്ന് മുട്ടുച്ചിറയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഇന്ന് രാത്രി അവിടെ മൃതദേഹം അവിടെ സൂക്ഷിക്കും. അതിനുശേഷം നാളെ രാവിലെ മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. തലയോലപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത്. 11 മണിയോടുകൂടി തലയോലപ്പറമ്പിൽ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ ഇതാ ഭൗതികദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. കോളേജ് മോർച്ചറി പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏറെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ. ഒരു കുടുംബം ളുടെ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ട്രോമ കെയർ അതിനെ കൂട്ടിരിക്കാൻ വേണ്ടി മകൾക്ക് കൂട്ടിരിപ്പിന് വേണ്ടി വന്ന അമ്മയാണ് ബിന്ദു. ഇവരുടെ ബിന്ദുവിൻ്റെ പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഞാനല്ല, എൻ്റെ മക്കളെ മുഴുവൻ പഠിപ്പിച്ചത് ഈ ബിന്ദുവാണ്, പഠിപ്പിച്ച് വലുതാക്കിയത് ഈ ബിന്ദുവാണ് എന്ന് പറയാം. അവരുടെ പ്രിയപ്പെട്ട അമ്മയുടെ ചേതനയറ്റ ശരീരം വീട്ടിലേക്ക് മടങ്ങുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ എത്തിയ മകൾ നവമിയുടെ കൂട്ടിരിപ്പിന് വേണ്ടിയത് ഈ ശുചിമുറിയിൽ കയറി ബാത്റൂമിൽ കയറിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ കെട്ടിടം തകർന്നു വീണത്. തികഞ്ഞ ഒരു അനാസ്ഥയുടെ തകർന്നു ഒരു സംവിധാനത്തിൻ്റെ ഇരയാണ് ഈ ബിന്ദു എന്ന് പറയുന്നത്. ആ ബിന്ദുവിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഒരു വലിയൊരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു ഈ ആരോഗ്യ കേരളത്തിന് എന്ന് പറയാൻ കഴിയും. നമ്പർ 1 ആണ് വലിയ രീതിയിൽ എന്നെല്ലാം പറഞ്ഞ് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പിൽ നാണം കെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രതിഷേധം കോളേജിന് മുമ്പിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിക്കുന്ന ഈ ആംബുലൻസ് മിഥുൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ കടുത്ത അനാസ്ഥയുടെ ബാക്കി പത്രമായി ബിന്ദുവിന്റെ മരണം മാറുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇപ്പോൾ മറ്റൊരു മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചില നാടകീയ രംഗങ്ങൾ ആംബുലൻസിന് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ഇടപെടുന്നുണ്ട്. ജനങ്ങൾ പ്രതിഷേധവുമായി മറുവശത്ത് നിൽക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്നുവെന്ന് അറിയാൻ സാധിക്കുന്നു. മിഥുൻ ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലെ സാഹചര്യം?
പ്രതിഷേധിച്ചത്. ഇപ്പോൾ അവരെ പോലീസ് തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. ആ തടഞ്ഞു നിർത്തുന്നതിനിടെ പോലീസ് അവരെ പ്രതിഷേധം തടയാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ആംബുലൻസ് അതിനുശേഷം കടത്തിവിടുകയുണ്ടായി. ഇപ്പോൾ ഇതാ ചാണ്ടിയുമ്മനെ അടക്കം MLA ചാണ്ടിയുമ്മനെ അടക്കം പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇതോടെ കൂടി പ്രവർത്തകർ വലിയ രീതിയിൽ രോഷാകുലരായി. ഇപ്പോൾ ഇതാ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറി പരിസരം വേദിയാകുന്നു. ഇന്ന് പകൽ മുഴുവൻ നീണ്ടുനിന്ന പ്രതിഷേധം രാത്രിയിലേക്ക് നീളുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയ്ക്കും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ MLA അവിടെ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ചയുണ്ടാകുന്നു. ഒപ്പം തന്നെ ഇത് INTUC പ്രവർത്തകരുടെ പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് മെഡിക്കൽ കോളേജിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഈ രാത്രിയിലും അണമുറിയാതെ പ്രതിഷേധത്തിന് വേദിയാകുന്നു മെഡിക്കൽ കോളേജ് പരിസരം എന്നുള്ളതാണ്. പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധത്തിന് വേദിയാകുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ എല്ലാം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പരിസരം. ഇപ്പോൾ ഉയർന്ന പ്രതിഷേധം മെഡിക്കൽ കോളേജ് പരിസരം ഇപ്പോൾ ഉയർന്ന പ്രതിഷേധം വന്നപ്പോൾ ആ പ്രതിഷേധത്തെ പോലീസ് ഒരു വാക്ക് പറയാൻ ഞാൻ പറഞ്ഞോളൂ. ഒരു വാക്ക് ആ കുടുംബത്തിൽ അംഗമാ ഇന്ന് പോലീസ് അതെ കുടുംബത്തിലെ അംഗത്തെ വീണ്ടും അതിക്രമിക്കുക. ഞങ്ങളൊരു വാക്കൊരു പ്രതിഷേധം പറയാൻ നിങ്ങൾ കണ്ടു. ഞാനൊരു പ്രതിഷേധം പറയാൻ പോയപ്പോഴത്തേക്ക് അതിനെ പോലീസ് ബലപ്രയോഗിച്ച് ഞങ്ങളെ നീക്കം ചെയ്യുക. ഈ സർക്കാരിന്റെ നിലപാട് എന്താന്ന് ഗുണ്ടകളായി ഇന്ന് പോലീസ് മാറിയിരിക്കുന്നതിന്റെ തെളിവാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീജിത്ത് അടച്ചിരിക്കുന്നത്. പറയണം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടിയാണ് കുടുംബത്തിലെ അംഗമാണ് അവരെന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ഓടി കൊണ്ടുപോകാൻ ഒരു പ്രതിഷേധം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയാണ് കുടുംബത്തിലെ അംഗമാണ് അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഓടി കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിലെ അംഗം നമുക്ക് കാര്യമായിട്ട് അവർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ പറ്റിയതുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചത്. ഈ വന്ന എന്റെ കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖമില്ലാതെ വന്ന ഒരാളാണ്. ഈ ഒരു മരണം ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ കെട്ടിടം പൊളിഞ്ഞു വീണ്. അതിന് ഗവൺമെന്റ് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും നടത്തിയിട്ടില്ല. രാവിലെ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഇത് സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ ബോഡി കിട്ടുമ്പോൾ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും നമ്മുടെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. ഞാനിനി ഈ കുട്ടികളെ കൊണ്ട് ഞാനിനി എന്താ ചെയ്യണം? അതിനൊരു തീരുമാനം വേണമല്ലോ. ഇത് മനുഷ്യരല്ലേ മരിച്ചത്, മനുഷ്യരല്ലേ. കുടുംബത്തിലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന് മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അത് പോലീസ് എങ്ങനെ നേരിട്ടു എന്ന് കണ്ടു. ഞങ്ങളാരും ഞങ്ങളെ ബലപ്രയോഗം നടത്തി. എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അലയടിക്കുന്നത്. ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ മൃതദേഹം പുറത്ത് ആംബുലൻസിലേക്ക് മാറ്റുന്ന സമയത്താണ് പ്രതിഷേധമുണ്ടായത്. ഒപ്പം തന്നെ പോലീസ് പ്രതിഷേധക്കാരെ മാറ്റുന്ന സാഹചര്യത്തിൽ അവിടെ സംഘർഷമുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ MLA ചാണ്ടിയുമ്മൻ പ്രതികരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. സ്ഥലത്തിപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധവും സംഘർഷാവസ്ഥയും ഉണ്ടാകുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സർക്കാർ കേട്ടേ മതിയാക്കുള്ളൂ.
കേൾക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല. മുഖ്യമന്ത്രി ആരെയും കണ്ടില്ല, സന്ദർശനം സന്ദർശിച്ചില്ല. അത് പുതിയ കാര്യമല്ല. അത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ഒരു മനസ്സാക്ഷി. ബിന്ദുവിന്റെ മരണത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാരുണമായൊരു സംഭവത്തിൽ ഗുരുതരമായൊരു വീഴ്ച ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ബിന്ദുവിന് നീതി ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. തത്സമയ ദൃശ്യം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ കൂടി ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ പ്രതിഷേധങ്ങൾ വിവിധ മേഖലകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.